പോകുന്നത് കരൾ രോഗവും അതിനുള്ള കാരണവും പ്രതിവിധികളുമാണ്. നമ്മളുടെ ഇന്നത്തെ മാറിയ ഭക്ഷണ രീതിയും മദ്യപാനത്തോടുള്ള അമിത ആസക്തിയും കരൾ രോഗങ്ങൾ വർദ്ധിക്കുവാൻ ഇടയാക്കുന്നു. കരൾ ശരീരത്തിന്റെ ഫാക്ടറി പോലെയാണ്. നാം കഴിക്കുന്ന ഓരോ തരം ഭക്ഷണവും ചെറുകുടലിൽ ദഹന പ്രക്രിയ പൂർത്തിയാക്കി ആഗിരണം ചെയ്യപ്പെടുന്നു. ആഗിരണം ചെയ്യപ്പെടുന്ന ഭക്ഷണത്തെ ശരീരത്തിന് ആവശ്യമായ ഏറ്റവും പ്രധാന ഇന്ധനമായ ഗ്ലൂക്കോസായും, അധികമുള്ള ഭക്ഷണത്തെ കൊഴുപ്പായും, മാംസാഹാരത്തെ ശരീരത്തിന് അനുയോജ്യമായ പ്രോട്ടീനുകളായും രൂപാന്തരപ്പെടുത്തുന്നു. ഓരോ പ്രക്രിയയിലും ബാക്കിയാവുന്നവ മലദ്വാരത്തിലൂടെയും പിത്തസഞ്ചിയിലൂടെയും വൃക്കകളിലൂടെയും വിസർജിക്കപ്പെടുകയും ചെയ്യുന്നു. കരളിന്റെ പ്രവർത്തനം ശരീരത്തിന് ആവശ്യമായ രീതിയിൽ നടക്കണമെങ്കിൽ സമീകൃത ആഹാരം 3 നേരവും മിതമായ അളവിൽ കഴിക്കുകയാണ് വേണ്ടത്. ആമാശയത്തിലും ചെറുകുടലിലും നടക്കുന്ന ദഹന പ്രക്രിയയെ പോലും ശരിയായ രീതിയിലാവണമെങ്കിൽ പച്ചക്കറികളും പഴങ്ങളും പ്രോട്ടീനും വെള്ളവും അടങ്ങിയ സമീകൃത ആഹാരം കഴിച്ചിരിക്കണം. ഏതെങ്കിലും ഒരു ഘടകം ഇല്ലാതിരിക്കുകയോ അമിതമാവുകയോ ചെയ്യുന്നത് ദഹന പ്രക്രിയയും അതുപോലെ കരളിൽ നടക്കുന്ന ഉൽപാദന വിസർജന പ്രക്രിയകളെയും വിപരീതമായി ബാധിക്കും. കരളിനും ശരീരത്തിനും ദോഷമുണ്ടാകുന്ന ആഹാര വസ്തുക്കൾ കഴിക്കാതിരിക്കുകയും വേണം എന്നതും പ്രധാനമാണ്. ഇനി നമ്മൾക്ക് കരൾ രോഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. 1. അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ കരളിന്റെ പ്രവർത്തനങ്ങളെല്ലാം കുറച്ച് സമയം കൊണ്ട് അവതാളത്തിലാക്കുന്ന അവസ്ഥയാണിത്. ഇതിന് കാരണം ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ഇ, ഹെപ്പറ്റൈറ്റിസ് ബി, മലേറിയ, അണുബാധകളോ അല്ലെങ്കിൽ മദ്യം അടക്കമുള്ള പലതരം വിഷാംശങ്ങളോ ആകാം. ഇതിനെല്ലാം കാരണം നാടൻ ഭാഷയിൽ മഞ്ഞപ്പിത്തം എന്നും പറയുന്ന രോഗാവസ്ഥയാണിത്. ഈ അവസ്ഥയിൽ നിന്ന് പലപ്പോഴും രോഗി പൂർണ്ണമായും രക്ഷപ്പെടാറുണ്ടെങ്കിലും ചിലപ്പോൾ അപകടങ്ങൾ സംഭവിക്കാം. അടുത്തതായി ക്രോണിക് ലിവർ ഡിസീസസ് ആണ്. ആദ്യം പറഞ്ഞ എല്ലാ കാരണങ്ങളും മദ്യം അടക്കമുള്ള വിഷാംശങ്ങളും ഈ അവസ്ഥയ്ക്ക് കാരണമാകുന്നു. ഈ അവസ്ഥയ്ക്ക് ഇന്ന് ഒരു പ്രധാന കാരണമായി മദ്യപാനശീലവും അമിത ആഹാരവും മാറിയിട്ടുണ്ട്. ഈ അവസ്ഥ വന്നു കഴിഞ്ഞാൽ പരിപൂർണമായി ഭേദമാകുവാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണങ്ങളെ കണ്ടുപിടിച്ച് ഒഴിവാക്കിയില്ലെങ്കിൽ രോഗാവസ്ഥ പടിപടിയായി മൂർച്ഛിച്ച് മരണത്തിലേക്ക് വഴുതി വീഴും. ഇനി നമ്മൾക്ക് കരൾ രോഗങ്ങളുടെ യഥാർത്ഥ കാരണങ്ങൾ എന്തെല്ലാമാണ് നോക്കാം. ഒന്നാമതായി സമീകൃത ആഹാരത്തിന്റെ അഭാവമാണ്. കരളിനെയും മറ്റ് അവയവങ്ങളെയും കേടുകൂടാതെ സംരക്ഷിക്കുന്നതിന് പച്ചക്കറികളും പഴങ്ങളും പ്രത്യേക സ്ഥാനമുണ്ട്. അതുകൊണ്ട് തന്നെ നിത്യവും 3 നേരവും സമീകൃത ആഹാരം ഒരു ജീവിതശൈലിയായി മാറ്റേണ്ടത് അനിവാര്യമാണ്. രണ്ടാമതായി അമിത ആഹാരം. നാം കഴിക്കുന്ന ഭക്ഷണം ശരീരത്തിന്റെ ആവശ്യം കഴിഞ്ഞുള്ളത് കരൾ കൊഴുപ്പായി രൂപാന്തരപ്പെടുത്തുകയും അധികമുള്ള കൊഴുപ്പ് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും കരളിലും അടിഞ്ഞുകൂടുകയും ചെയ്യും. അമിത ആഹാരം കഴിച്ച് അധ്വാനം കുറഞ്ഞ് യഥാർത്ഥത്തിൽ വേണ്ടതിനേക്കാളും വണ്ണം കൂടിയ എല്ലാവർക്കും ഈ അവസ്ഥ വന്നു ചേരുന്നു. കരളിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പ് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് കുറച്ചും ശരീരത്തിന്റെ അധ്വാനം കൂട്ടിയും ഉപയോഗിച്ച് തീർക്കുക മാത്രമാണ് യഥാർത്ഥ പരിഹാരം. അതല്ല, അമിതമായ ഭക്ഷണ രീതിയും വ്യായാമക്കുറവും തുടർന്നാൽ കാലക്രമേണ അത് മാറാത്ത കരൾ രോഗത്തിലേക്ക് കാരണമാകും. അടിഞ്ഞുകൂടുന്ന കൊഴുപ്പ് എത്ര, ആർക്ക്, എപ്പോൾ ദോഷം ചെയ്യും എന്നത് ഓരോ വ്യക്തിയുടെയും മറ്റു ശീലങ്ങളെ ആശ്രയിച്ചും ആരോഗ്യസ്ഥിതിയെയും അനുസരിച്ചിരിക്കും. അമിത ആഹാരം തന്നെയാണ് പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, സന്ധിവാതം തുടങ്ങിയ പല രോഗങ്ങൾക്കും കാരണമെന്ന് തെളിഞ്ഞിട്ടുണ്ട്. മൂന്നാമതായി മദ്യപാനമാണ്. ഓരോ തുള്ളി മദ്യവും കരൾ രോഗത്തിന് കാരണമാണ്. ദോഷം വരാത്ത രീതിയിൽ ആരോഗ്യ സംരക്ഷണത്തിൽ ശ്രദ്ധയുള്ള ഒരാൾക്ക് ഒരുപാട് കാലം കുറേശ്ശെ മദ്യം കഴിക്കാം എന്നത് ചിലപ്പോഴൊക്കെ സത്യമാണ്. എന്നാൽ ദോഷമില്ല എന്നൊരു കാരണം കൊണ്ട് മാത്രം ആവശ്യമില്ലാത്ത ഒരു സാധനം കഴിക്കേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഒരാൾക്ക് എപ്പോൾ മദ്യം ദോഷം ചെയ്യും, എത്ര മദ്യം ദോഷം ചെയ്യും എന്നത് പ്രവചിക്കുവാൻ കഴിയാത്തതിനാൽ മദ്യപാനം ഒഴിവാക്കുക തന്നെയാണ് നന്ന്. പ്രത്യേകം ഓർമ്മിക്കുക, ഒരു തുള്ളിയ മദ്യം പോലും ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമില്ല. കൂടുതൽ മദ്യം കഴിക്കുമ്പോൾ അതിവേഗത്തിൽ മാറാത്ത കരൾ രോഗം വരുവാൻ സാധ്യത ഒരുപാട് വർദ്ധിക്കുന്നു എന്നത് വ്യക്തമാണ്. എന്നാൽ തടി കൂടി കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടിയ ഒരാൾ അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ട് കരളിന്റെ പ്രവർത്തനശേഷി കുറഞ്ഞ ഒരാൾ കുറേശ്ശെ മദ്യം കഴിച്ചാൽ പോലും കരൾ രോഗം വരും, അല്ലെങ്കിൽ ഉള്ള കരൾ രോഗം മൂർച്ഛിക്കും. പലതരം വിഷാംശങ്ങളാണ് കരൾ രോഗത്തിന് മറ്റൊരു കാരണം. അമിത ആഹാരവും മദ്യവുമാണ് ഏറ്റവും പ്രധാന വിഷം. എന്നിരുന്നാലും നമ്മൾ അറിഞ്ഞും അറിയാതെയും കരളിന്റെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരുപാട് സാധനങ്ങൾ ശരീരത്തിൽ കടക്കുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന പലതരം മരുന്നുകളും ഇക്കൂട്ടത്തിൽ പെടുന്നു. മരുന്നുകളെ കൂടാതെ പൂപ്പൽ ബാധിച്ച ഭക്ഷണം,
ചെമ്പിന്റെ അമിത സാന്നിധ്യം, ഇരുമ്പ് ശരീരത്തിൽ അധികമായി അടിഞ്ഞുകൂടുന്നത്, ഭക്ഷണം കേടുപെടാതിരിക്കുവാനായി ഉപയോഗിക്കുന്ന സാധനങ്ങൾ, കൃത്രിമ നിറങ്ങൾ, മണങ്ങൾ ഒക്കെ കരളിന്റെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചേക്കാം. ചികിത്സാ രീതികൾ. തുടക്കത്തിലെ കരൾ രോഗം കണ്ടുപിടിക്കുക ആണ് എങ്കിൽ അതിനുള്ള ചികിത്സാ രീതികൾ ഇന്ന് ലഭ്യമാണ്. അതുപോലെ ഇന്ന് പൊതുവെ കാണുന്ന ഒരു പ്രവണതയാണ് കരൾ മാറ്റ ശസ്ത്രക്രിയ എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഒരു ശാശ്വത പരിഹാരമല്ല. രോഗചികിത്സയിൽ തന്നെ ഏറ്റവും അവസാനത്തേതായിരിക്കണം അവയവ മാറ്റം എന്നത്. അതുകൊണ്ട് തന്നെ രോഗം വരാതിരിക്കുവാൻ നോക്കാം. രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതിരിക്കുവാൻ നോക്കുന്നതാണല്ലോ. ശരിയായ ഭക്ഷണക്രമത്തിലൂടെയും ചിട്ടയായ വ്യായാമത്തിലൂടെയും മദ്യപാനം പോലുള്ള ദുശീലങ്ങളെ ഒഴിവാക്കിക്കൊണ്ടും കരൾ രോഗങ്ങളിൽ നിന്ന് നമ്മൾക്ക് മോചനം നേടാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മടിക്കരുത്. കൂടുതൽ പുതിയ വീഡിയോ